നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾക്ക് വിഷുഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓരോ രാശിക്കാർക്കും ഈ വർഷത്തെ വിഷുഫലം എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ എന്ന് തൊട്ടാണ് വിഷുഫലം എത്ര വരെയുണ്ട്? ഈ 1199 ആണ്ട് മേടമാസം 1 തീയതി തൊട്ട് 1200 ആണ്ട് മീനമാസം 30 തീയതി വരെയാണ് നമുക്ക് വിഷുഫലം. അതായത് 2024 ഏപ്രിൽ മാസം 14 തീയതി തൊട്ട് 2025 ഏപ്രിൽ മാസം 13 തീയതി വരെ വരുന്ന ഒരു വർഷത്തെ ഫലമാണ് നമുക്ക് വിഷുഫലം. ഇത് ഓരോ രാശിക്കാരെ വിഷുഫലം അല്ലെങ്കിൽ ഓരോ നക്ഷത്രക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ വിഷുഫലം ചിന്തിക്കുമ്പോൾ നോക്കി വരുന്നത്. നമുക്ക് മീനൻ രാശിക്കാരുടെ ഫലത്തെ ചിന്തിക്കാം. മീനൻ രാശിയിൽ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് മീനം രാശി. അതായത് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി. അപ്പോൾ ഈ രാശിക്ക് ഇനി അപ്പുറത്തെ രാശിയില്ല, അവസാനത്തെ രാശിയാണ്. മീനൻ രാശിക്കാർക്ക് ശരിക്ക് ചിന്തിക്കുകയാണെങ്കിൽ വിഷുഫലം അത്ര കണ്ട് സന്തോഷത്തെ തരുന്നതല്ല. വിഷുഫലം അത്ര കണ്ട് അനുകൂലപ്രദമല്ല. അതിന് കാരണമായി തീർന്നിരിക്കുന്ന 1-2 കാര്യങ്ങൾ, ഗ്രഹങ്ങളുടെ ആ വർഷത്തെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ ഫലത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ വിഷുഫലം ചിന്തിക്കണേ. അങ്ങനെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ ഫലം ചിന്തിക്കുമ്പോൾ ശനി 7 ശനി രൂപത്തിൽ നിങ്ങളെ പിടിച്ചിരിക്കുകയാണ്. 12 ശനി നിൽക്കുകയാണ്. കണ്ട ശനി തലയിൽ വസിച്ചിരിക്കുന്ന കാലഘട്ടം. മറ്റൊന്ന്, വേഴം സഞ്ചരിച്ച് 3 വരികയാണ്. അപ്പോൾ 2 സുപ്രധാനമായ ധനത്തിൻ്റെ കാരകത്വം വഹിച്ച ഗ്രഹം 3 മറിഞ്ഞു നിൽക്കുകയാണ്. അതേപോലെ നമുക്ക് 7 ശനിയുടെ ബന്ധമുണ്ട്. അപ്പോൾ ഈ രാശിക്കാർ 2 കാര്യങ്ങൾ, വ്യാഴം എപ്പോഴും സമ്പത്തിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ സമ്പത്തിൻ്റെ ഗ്രഹം 3 മറയുക എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞാൽ മുടിഞ്ഞു പോകുമെന്നാണ്. സാമ്പത്തികമായി പരാജയം ഉണ്ടാവും, സാമ്പത്തിക നഷ്ടം വരും. അപ്പോൾ സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ സഹോദരങ്ങളുമായിട്ടോ സഹോദര തുല്യരായിട്ടോ ഉള്ളവരുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെ കലഹിക്കാനിടവരും. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷിക്കണം. മറ്റൊന്ന്, ശനി എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളിൽ ഏറ്റവും പേടിക്കേണ്ട ആളാണ്. കാരണം ഇൻഡിപെൻഡൻ്റ് അധികാരമുള്ള ഒരേ ഒരു ഗ്രഹമാണ് ശനി. ഇവിടെ അവതാരം എടുത്തിട്ടുള്ള അവതാര പുരുഷന്മാരെ വരെ ശനി വെറുതെ വിട്ടിട്ടില്ല. ആ ശനിയുടെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ശനി, കണ്ട ശനി, അതായത് വളരെ ടെൻഷനെ തരും, ടെൻഷൻ കൂട്ടും, ശാരീരിക അസ്വസ്ഥതയുണ്ടാവും, അപകടങ്ങൾക്കിടവരും, ആക്സിഡൻ്റ് ഉണ്ടാവുക, രോഗാദി ദുരിതങ്ങളെ കൊടുക്കും. കാരണം ശനിയെ വിളിക്കുന്നത് തന്നെ മന്ദനം എന്നാണ്. പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി നമ്മളെ വളരെ ആക്റ്റീവായി പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ 2 പേരും എതിരായി നിൽക്കുന്നത് കൊണ്ടാണ് ഈ രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം. വളരെ സൂക്ഷിച്ച് പോവേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഈ പുതുവർഷം എന്ന് പറയുമ്പോൾ നമുക്ക് വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ, വിഷുവാണ് ജ്യോതിഷത്തിലെ സൂര്യൻ ഉച്ചത്തിലേക്ക് പ്രവേശിക്കുന്ന വർഷം. അപ്പോൾ വർഷം തുടങ്ങുന്നത് മേടമാസം തൊട്ടെന്ന് സാരം. ഇപ്പോൾ ഇംഗ്ലീഷുകാർ ജനുവരി തൊട്ട് തുടങ്ങും, മലയാളികൾ ചിങ്ങമാസം തൊട്ട് തുടങ്ങും. പക്ഷേ ജ്യോതിഷ മാസം ആരംഭിക്കുന്നത് സൂര്യൻ ഉച്ചത്തിൽ വരുന്ന മേടമാസം തൊട്ടാണ്.
അപ്പോൾ നമുക്ക് ഈ സമയത്ത് കുറച്ച് ഏറെ പ്രതിവിധികൾ ചെയ്തു പോകണം. കാരണം ഈ ദോഷങ്ങളെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതിൽ പ്രധാനമായിട്ട് വ്യാഴപ്രീതി വരുത്തണം. വിഷ്ണു ഭഗവാന് വ്യാഴാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചനയൊക്കെ നടത്തണം. വിഷ്ണുവിനെ എത്രത്തോളം ഭജിക്കാമോ പ്രധാനമായി വിഷ്ണു മന്ത്രം ജപിക്കണം. ഏറ്റവും ഈസി ആയിട്ടുള്ള വിഷ്ണു മന്ത്രം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേക്കാണ് പ്രാധാന്യം. ഹരേ എന്ന് പറഞ്ഞാൽ ഹരിക്കണേ ഭഗവാനെ, എൻ്റെ എല്ലാ ദുരിതവും മാറ്റി എന്നെ നന്മയിലേക്ക് നയിക്കണേ ഭഗവാനെ എന്ന് പറയുന്നതാണ് ഹരയുടെ പ്രത്യേകത. ഇത് എത്രത്തോളം പ്രാർത്ഥിക്കാമോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഗുണഫലം സിദ്ധിക്കും. അതുപോലെ തന്നെ ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനവും കത്തിച്ചു പോവുക. ഒരു ശനീശ്വര യന്ത്രം മഹാസുദർശന യന്ത്രവുമായി ചേർത്ത് നിങ്ങളും ദേഹരക്ഷ ധരിച്ചോളുക. അപകടങ്ങളൊന്നും വരാതിരിക്കാനും സാമ്പത്തിക ബ്ലോക്ക് വരാതിരിക്കാനും. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റ് ആൾക്കാരിലേക്കും കൂടി ഷെയർ ചെയ്യുക. കാരണം അവരും ഈ വിപത്തിലൊന്നും പെടാതെ പരിഹാരം ചെയ്ത് രക്ഷ നേടിക്കോട്ട്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. ബെൽ ബട്ടൺ അമർത്താൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഈ ചാനലിലൂടെ കുറേ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് എല്ലാ ദിവസവും നിങ്ങളുടെ നിത്യജ്യോതിഷം, ഇന്നത്തെ നിങ്ങളുടെ ഫലം എങ്ങനെയാണ്, ഓരോ ആൾക്കാർക്കും ആ ദിവസം ചെയ്തുകൂടാത്തതും ചെയ്യാവുന്നതും അല്ലെങ്കിൽ തന്നെ അങ്ങനെ ചെയ്തേ തീരുള്ളൂ എങ്കിൽ എപ്പോൾ ചെയ്യണമെന്നും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു ലഘു വിവരണം എല്ലാ ദിവസവും തരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ലൈവ് പ്രോഗ്രാമും ചെയ്യുന്നുണ്ട്. ലൈവ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ യഥാസമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമേ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. അതുപോലെ വിദേശ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ദുബായിൽ കരാമ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ആരാമം റെസ്റ്റോറൻറ്റിന് അടുത്തായിട്ട് പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്ഥാപനം നടത്തുന്നുണ്ട്. അവിടെയും കൺസൾട്ടേഷൻ ഉണ്ട്. എല്ലാ മാസവും നിശ്ചിത ദിവസം അവിടെ കൺസൾട്ടേഷൻ ഉണ്ട്. അതുപോലെ അവിടെ ഉള്ളവർക്ക് സൗകര്യാർത്ഥം നിങ്ങളുടെ എല്ലാവർക്കും അറിയാവുന്ന ചാനലാണ് NTV ചാനൽ, മലയാളം ചാനലിൽ നമ്മൾ ലൈവ് പ്രോഗ്രാം എല്ലാ സൺഡേയും 12 മണി മുതൽ 1 മണി വരെ ലൈവ് പ്രോഗ്രാമും ചെയ്യുന്നുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റ് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർക്കും കൂടി ഈ സൗകര്യങ്ങൾ ലഭ്യമാകും. അപ്പോൾ എല്ലാ മീനക്കൂറുകാർക്കും ഐശ്വര്യപ്രദമായ വിഷുഫലം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.